ചൊല്ലിക്കൊള്ളുക. മാംഗല്യം മാംഗല്യം തന്തു തന്തു നാനേന നാനേന മമ ജീവന മമ ജീവന ഏതുന ഏതുന കണ്ഠേ കണ്ഠേ ഭഗ്നാമി ഭഗ്നാമി സുഭഗേ സുഭഗേ ത്വം ജീവം ത്വം ജീവം പരദക്ഷത. സദൃശ്യത. 3 കെട്ട് വേണം. കെട്ടി വേണം. ഞാൻ ശതകോടീശ്വര രാജകുമാരനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ടിപ്പോ അതിലും വിലയുള്ള ആളെ എനിക്ക് കിട്ടിയേ. അതിന്റെ സന്തോഷം കൊണ്ടാ എനിക്ക് കരച്ചിൽ വരുന്നത്. സന്തോഷം കൊണ്ടാണോ അമ്മേ ഇപ്പൊ പൂട്ടി? രണ്ടാളും അഗ്നിപ്രദക്ഷിണം ചെയ്തോളെ. സപ്തപദം എന്നാൽ 7 ഉറപ്പുകളുടെ സംഗമമാണ്. നീ അഗ്നിസാക്ഷിയായി നിന്റെ സ്വന്തമാക്കിയ പത്നി ജീവിതത്തിൽ ഈ 7 ഉറപ്പുകളും സമാനമായി കൊണ്ടുപോകുമെന്ന് സാരം. നിങ്ങളുടെ ആദ്യത്തെ ചുവട് അന്നദാതാവായ അന്നപൂർണേശ്വരിയോട് അനുവാദം ചോദിച്ച് വലതുകാൽ വെച്ച് മുമ്പോട്ട് നടക്കുക. നന്നായി വരട്ടെ മക്കളെ. എന്താടാ, എന്ത് പറ്റി? ഞാൻ എത്ര ജന്മം ജനിച്ചു വന്നാലും നിങ്ങളോടുള്ള കടപ്പാട് തീരില്ല സൂരി. വേണ്ടാതിരിക്കടാ, ഇപ്പൊ ഇങ്ങനെയൊന്നും പറയല്ലേ. തൊട്ടടുത്ത് ഭാര്യ നിർത്തിയിട്ട് കണ്ണു നിറയ്ക്കുന്നു. പറഞ്ഞു കൊടുക്കുമോളെ, എന്നോടുള്ള കടേ അവൻ വന്ന് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അശോക, കൺഗ്രാറ്റ്സ് ഡാ. താങ്ക്സ് ഉണ്ടടാ. എൻ്റെ കല്യാണം കഴിഞ്ഞു. എനിക്കിന്ന് എത്ര സന്തോഷമുണ്ടോ അതിനേക്കാൾ ഡബിൾ സന്തോഷം ഉണ്ടാവുന്നത് നിന്റെ കല്യാണം നടക്കുമ്പോഴായിരിക്കും. നീ സെറ്റിൽ ആയാലേ ഞാൻ ഓക്കെ ആവുള്ളൂ. അശോക്, എന്റെ അപ്പൂന്റെ കല്യാണം നടക്കുന്നത് എന്നാവൂന്നും അത് ഞങ്ങൾക്ക് കണ്ണിറയെ കാണാൻ പറ്റുന്നത് എന്നാവൂന്നും ആലോചിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. അതിനിപ്പോ അച്ഛൻ പറഞ്ഞ പോലെ നിന്റെ കല്യാണം കഴിഞ്ഞു,
ഇപ്പോ ഇവിടെ വെച്ച് അപ്പുവിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിക്കാൻ പോവാ. അതെ, നിങ്ങൾ എല്ലാവരും ഉള്ള ഈ സന്ദർഭത്തില് എന്റെ കൊച്ചുമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ആരാണെന്നറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. മുത്തശ്ശ, നീ വായടക്കടാന്ന്. ചേട്ടാ, നിങ്ങളുടെ കെട്ടിയോളിപ്പോ എന്ത് ചെയ്യാനാ ഭാവം? ദേ ആ നിക്കുന്നുണ്ടോ ആ കൊച്ച്, ആ ബ്ലൂ ഡ്രസ് ഇട്ടത്? ആര്, ചെമ്പകോ? അതറിയില്ല. അവളെ എങ്ങാനും റാമിന്റെ തല കെട്ടിവെക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഇവിടുത്തെ സീ മൊത്തം മാറി ഞാൻ വെറുതെ ഇരിക്കുകയില്ല. ആ അതെ 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 അനിയ, നോക്ക്, ഇവിടെ അച്ഛനാണ് അമ്പയർ. അവര് പറഞ്ഞാൽ നമുക്ക് എതിർക്കാൻ കഴിയുമോ? അവരെപ്പോഴും ഭാർഗവിയെ നോട്ട് ഔട്ട് ആക്കിയിട്ടല്ലേ നിർത്തുള്ളൂ. എന്റെ കൊച്ചുമോൻ ശ്രീറാം ദേശായി അവന്റെ കൂട്ടുകാരന്റെ കല്യാണം കഴിയുന്നവരെ കല്യാണം കഴിക്കില്ല എന്നുള്ള വാശിയിലായിരുന്നു. ഇത്രയും കാലം ഞാനും കാത്തിരുന്നു. ഒരു വിധത്തില് അശോകന്റെ കല്യാണവും നടത്തി. എന്റെ ഉത്തരവാദിത്വമൊക്കെ ഞാൻ തീർത്ത് ഇവനൊരു വഴി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടും ഇവന് സ്വയം ഒരു സഹധർമ്മിണിയെ കണ്ടെത്താൻ ഞാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തു. പക്ഷെ അവൻ ആ അവസരങ്ങളൊന്നും ഉപയോഗിച്ചില്ല. അതുകൊണ്ട് ഞാനായിട്ടൊരു മരുമകളെ കണ്ടെത്താന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലേ മോളെ ഭാർഗവി? അതെ അച്ഛാ, ഇനി അപ്പുവിന്റെ കല്യാണത്തിന് യാതൊരു ചേഞ്ചസും ഇല്ല. മേമ, ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. മുത്തശ്ശ, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തണം. അല്ലെങ്കിൽ അശോകിന്റെ കല്യാണത്തിന് നിങ്ങൾ കാണിച്ചിരുന്ന കുട്ടീനെ ഞാൻ കെട്ടണം. ഇതായിരുന്നില്ല കണ്ടീഷൻ. നിനക്ക് സംസാരിക്കാനുള്ള അവസരമൊക്കെ തീർന്നു. അല്ലടാ, നീ സ്നേഹിക്കുന്ന കുട്ടിയെ മുത്തശ്ശന്റെ മുമ്പിൽ കൊണ്ടു നിർത്താൻ നിനക്കെന്താ എത്ര പേടി? ഞങ്ങൾ ഒരു കുട്ടിയെ കണ്ടെത്തിന്ന് വെച്ച് നീ എന്താ നിന്റെ സ്നേഹം ത്യാഗം ചെയ്യോ? നീ എന്തായാലും നിന്റെ സ്നേഹം തുറന്നു പറയില്ല. ഞാൻ ആ മരുമകളെ അച്ഛന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോവാ. വരൂ സീത. അച്ഛാ, നമ്മുടെ അപ്പു സ്നേഹിക്കുന്ന നിങ്ങളുടെ മരുമോള്. അച്ഛാ, രാമന്റെ സീത. രണ്ടുപേരും പരസ്പരം വളരെ ഇഷ്ടത്തിലായിരുന്നു. ഈ കാര്യം നമ്മളോടൊക്കെ ഇന്ന് വളരെ സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടി അപ്പു പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പൊ അവനെ ശരിക്കും സർപ്രൈസ് ആയത്. സീതാരാമൻ 10-ൽ 10. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ശരിക്കും ഈ ആഘോഷം വേറെ എന്തിനേക്കാൾ വിശേഷപ്പെട്ട ആഘോഷമാക്കി. താങ്ക്സ് സീത, നീ എന്റെ കൊച്ചുമോന്റെ ജീവിതത്തിലേക്ക് വന്നതിന്.
മുത്തച്ഛ ആരാ നിങ്ങള്? മാഡം വരൂ മാഡം. മുത്തശ്ശ ആക്ച്വലി ഞാൻ പറയുന്നത് ഇനി നീ ഒന്നും പറയണ്ട. ഭാർഗവി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല മുത്തശ്ശ ആക്ച്വലി എന്താണ് പറയാൻ വന്നത്? നിങ്ങളുടെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി പറഞ്ഞ് വാദിക്കാൻ നിൽക്കണ്ട. ഞാനിതിന് സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തശ്ശ. ഐ ലവ് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മേമ. ആക്ച്വലി ഞാനും സീതയും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും നീ എന്നോട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് കരുതിയോ? അല്ലെങ്കിൽ ഞാനൊന്നും അറിയില്ല എന്നാണോ കരുതിയെ? നിന്നെ ഞാൻ പെറ്റില്ലെന്നേ ഉള്ളൂ. നിന്റെ അമ്മ ഞാനാ. സീത, നിന്റെ കണ്ണുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവും നീ എന്തുമാത്രം അപ്പുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ നോക്ക്, നിങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സ്നേഹം ഇങ്ങനെ മറച്ചു പിടിച്ച് നിൽക്കാനായിട്ട്. ആ മാമോ? ഇനി ഞാനാ അമ്മ. ഇനി നീ അമ്മന്ന് വിളിക്ക്, അല്ലെങ്കിൽ അപ്പ വിളിക്കുന്ന പോലെ മേമാന്ന് വിളിച്ചോ. അതും അല്ലെങ്കിൽ ഭാർഗവി എന്ന് വിളിച്ചോ, അതും കുഴപ്പമില്ല. പക്ഷേ നോ മാം. ഞങ്ങളുടെ അപ്പോ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോ നിന്റെ സ്ഥാനം തന്നെ വേറെ. താങ്ക് യു മേമ. എടാ അനിയ, എന്നെ ഭാർഗവനെ കണ്ടോ? ഈ മാച്ചിന്റെ ഗതി തന്നെ അവൾ മാറ്റിക്കളഞ്ഞില്ലേ? ഇങ്ങനെയാണ് ഗൂഗിൾ എറിയേണ്ടത്, മനസ്സിലായ? താങ്ക് യു സോ മച്ച് മേമ. ഇറ്റ് മീൻസ് എ ലോട്ട്. പോടാ, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ അച്ഛാ, നമ്മുടെ സന്തോഷത്തില് കല്യാണപ്പെണ്ണിന്റെയും ചെറുക്കന്റെ കാര്യം ഞാൻ മറന്നുപോയി. പാവങ്ങള് രാവിലെ തുടങ്ങി വിശന്നിരിക്കുമായിരിക്കും, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. വാ വാ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. സീതാരാമ, ഇവരെ രണ്ടുപേരെയും കല്യാണ ചെക്കനെയും പെണ്ണിനെയും പോലെ കാണുമ്പോൾ സന്തോഷമുണ്ട്. സീത, എത്രയും പെട്ടെന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചോളാം മോളെ. സർ, എനിക്കും എന്നെ കുറിച്ചെല്ലാം പറയണമെന്നുണ്ട്. എന്റെ വീട്ടില് ഞാൻ ഒറ്റയ്ക്ക്. അച്ഛനെല്ലാം പറഞ്ഞില്ലേ, അവർക്ക് തീരെ വയ്യ. കുറെ നേരം നിന്ന് വലിയ പ്രയാസാവും. ഭക്ഷണവും കഴിച്ചിട്ടില്ലല്ലോ. അച്ഛൻ വീട്ടിൽ വന്ന് സംസാരിച്ചോളും. ഇപ്പൊ എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അല്ലേ? നിങ്ങൾ വാച്ച. നിന്നെ കുറിച്ച് അറിയാത്തതൊന്നുമില്ല മോളെ. പിന്നെ നിന്റെ വീട്ടിലെ അവസ്ഥയെ കുറിച്ചൊക്കെ ഇവള് പറഞ്ഞിട്ടുണ്ട്. പോയാലോ? സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. ഒരുപാട് സന്തോഷായടാ. ദാറ്റ് ഈസ് വെരി ഗുഡ്. സീത, നീ ഞങ്ങളുടെ വീട്ടിലെ മരുമകളാകുമെന്ന് അറിഞ്ഞപ്പോ ഈ സ്മൃതി മന്ദാനെ കപ്പടിച്ചൊരു സന്തോഷമുണ്ട് എനിക്ക്. സന്തോഷം. ഈ സരക്കപ്പ് നമത്തെ നേടിയിരിക്കും. സാക്ഷാൽ സീതയെ പോലെ തന്നെയുണ്ട് മോനെ. റാമിന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങൾക്കാർക്കും അതിനൊരു എതിർവാക്കില്ല മോളെ. നിന്റെ മുഖത്ത് ഈ ലക്ഷണം തന്നെ പറയുന്നുണ്ട് നീ എത്ര നല്ല കുട്ടിയാണെന്ന്. എത്രയും വേഗം നീ അങ്ങോട്ട് വാ. ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുകയാണെന്ന് ഓർത്തോണം. ഇതെന്താ ഇങ്ങനെ നിൽക്കുന്ന? ഒരു സന്തോഷമില്ലല്ലോ. ഭൂതത്തിന്റെ വായിന്ന് ഗായത്രി മന്ത്രം കേൾക്കുമ്പോൾ പേടിക്കണോ? അതോ എന്തായാലും ഗായത്രി മന്ത്രമല്ലേ, ഒന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യത്തിലിരിക്കണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഈ പറയുന്നേ?
ഒന്നുമില്ല. സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? സന്തോഷമുള്ള കാര്യമാണ് സത്യം. പക്ഷെ സന്തോഷത്തിൽ മതിമറക്കാൻ പാടില്ല. സിഹി ഉറങ്ങുവാണല്ലോ. നീ എഴുന്നേറ്റിരുന്ന് മുത്തശ്ശന് കാണിച്ചു കൊടുക്കായിരുന്നു. നീ എന്റെ മകളാണെന്ന് പറയായിരുന്നു. അപ്പോ എനിക്ക് എത്ര സമാധാനമായേനെ. ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക്. സീത, കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. എന്റെ വീട്ടിൽ ആരും സമ്മതിക്കില്ലെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടിപ്പോ മുത്തശ്ശൻ പച്ചക്കൊടി വീശിയല്ലേ? നിന്റെ ഫാമിലിയിലുള്ളവര് എന്നെ ഇത്ര ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല റാം. ഞാൻ പറഞ്ഞതല്ലേ എന്നെ മേമ എല്ലാം ഹാൻഡിൽ ചെയ്തോളൂന്ന്. നീ ചുമ്മാ എല്ലാം ഓവർ തിങ്ക് ചെയ്ത് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നേ. പക്ഷെ റാം, മുത്തശ്ശൻ സിഹിയെ പറ്റി അറിയാവുന്ന പറഞ്ഞല്ലോ. നമ്മൾ നമ്മുടെ കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തോട് പറയാൻ പോയപ്പോ മുത്തശ്ശനല്ലേ പറഞ്ഞ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന. എന്നോടൊരു ചോദ്യം പോലും ചോദിച്ചില്ല. എത്ര പെട്ടെന്ന് മരുമകളായിട്ട് സ്വീകരിച്ചേ. നീ മാത്രമല്ല റാം, നിന്റെ ഫാമിലിയിലെ എല്ലാവരും വളരെ നല്ലവരാണ്. പൈസ ഉള്ളതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. മനുഷ്യർക്ക് വില കൊടുക്കുന്നവരാ, മനസ്സിന് വില കൊടുക്കുന്നവരാ. ഇപ്പൊ നീ എന്നിൽ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടിയത് എന്റെ ഈ ഫാമിലിയിൽ നിന്ന് മാത്രമാ. അവരെനിക്ക് പഠിപ്പിച്ചത് സംസ്കാരമാ. നിനക്കെന്നെ എത്ര വിശ്വാസമുണ്ടോ അത്രയും തന്നെ എന്റെ ഫാമിലിയെ കണ്ണടച്ച് വിശ്വസിക്കാം. ഞാനും എന്റെ സിഹിയും അതൊരു കൊച്ചു പ്രപഞ്ചമായിരുന്നു. നീ വന്നു, പുതിയ സ്വപ്നങ്ങള്, പുതിയ ജീവിതം, പുതിയൊരു കുടുംബത്തെ തന്നെ തന്നു. ഇത്ര അധികം ആളുകളുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടാന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ലക്കി ആയിട്ട് തോന്നുന്നു. സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ കണ്ടുമുട്ടിയതും നീ എന്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെ ഒരു ഭാഗ്യം തന്നെ. കൂടെ സിഹി എന്ന ഹാപ്പിനെസ്സും കൊണ്ടാണ് നീ വരുന്നത്. നിങ്ങൾ എന്തു പറഞ്ഞാലും ശരിക്കും ലക്കി ഞങ്ങളല്ലേ. ഞാൻ ചോദിച്ചതിനേക്കാൾ വലിയ വരം തന്നില്ലേ എനിക്ക് രാമൻ. എന്തെങ്കിലും ആവട്ടെ, ഫസ്റ്റ് രാമനോടാ നന്ദി പറയേണ്ടത്. എന്തെന്ന് വെച്ചാ നീയും സിഹിയും രണ്ടുപേരും ഇനി മുതൽ എനിക്ക് സ്വന്തമാ. ദിസ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് യു ആൻഡ് സിഹി. ഐ ലവ് യു സോ മച്ച് സീത. എക്സ്ക്യൂസ് മീ, എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? വഴിന്ന് മാറ്. മാഡം, വഴി ഇങ്ങോട്ടാണ്. നോക്ക്, ഇങ്ങനെ ചെയ്ത ഹറാസ്മെന്റിന് കേസ് കൊടുക്കേണ്ടി വരും. പ്ലീസ് മാഡം, പ്ലീസ്. ഞാൻ ലീഗലായിട്ട് കേസ് കൊടുത്തോളാം. സിഹിമോൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമോ? എല്ലാം ശരിയാവുമല്ലോ അല്ലേ? അതെനിക്കും അറിയില്ല റാം. അവളുടെ തീരുമാനം അവള് പറയണം. അത്രയും കാലം നമ്മൾ കാത്തിരിക്കണം. അപ്പോ ഐ എം സോറി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മേമ അതൊന്നും കുഴപ്പമില്ല, പറയൂ പ്ലീസ്. അപ്പോ നിനക്ക് മുത്തശ്ശന്റെ ഹെൽത്തിന്റെ കാര്യമൊക്കെ അറിയുന്നല്ലേ? ഈ കല്യാണം കൂടാൻ അച്ഛൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതായിരുന്നു. ഇപ്പോ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ച ഉടനെ നീ ഒന്ന് അച്ഛനെ വീട്ടിൽ കൊണ്ടുപോയി വിടണം. ഷുവർ മേമ, ബട്ട് പ്രിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ചടങ്ങ് ബാക്കിയില്ലേ? അതിന് അച്ഛൻ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അച്ഛനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് പോയി ചടങ്ങുകളൊക്കെ തീർക്കാം. ഓക്കെ മേമ, ആസ് യു സെഡ്. ചെല്ലേ, മുത്തച്ഛൻ കഴിക്കാൻ പോയിട്ടുണ്ട്, നീയും ചെല്ലേ. ഷുവർ. സീത, അശോകിന്റെ വീട്ടിൽ വെച്ച് കാണാം. സിഹിയും കൊണ്ടുവരണേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ബൈ. സീത, ഇന്നെന്റെ വീട്ടിലുള്ളവരൊക്കെ അത്രയധികം സന്തോഷമായിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നീയാ. ഞങ്ങളുടെ അപ്പുവിന് എത്ര കുട്ടികൾ ഞങ്ങൾ നോക്കിയിരുന്നു എന്നറിയോ? പക്ഷെ ആരും സെറ്റായില്ല. ഇപ്പോ അവനായിട്ട് നിന്നെ പോലൊരു മിടുക്കിയെ കൊണ്ടുതന്നു. ഐ എം സോ ഹാപ്പി. താങ്ക് യു സീത, അവന്റെ ജീവിതത്തിലേക്ക് വന്നതിന്. പ്ലീസ് ഇങ്ങനൊന്നും പറയരുത് മേമ. അയ്യോ, പറയണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സീത?
എനിക്ക് എന്തൊക്കെ പറയാനുണ്ടെന്നോ, പക്ഷെ സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് പോലും എനിക്ക് അറിയുന്നില്ല. എന്റെ അപ്പോ ജീവിതത്തില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് സീത. ചെറിയ പ്രായത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. അതിനുശേഷം അവൻ സ്നേഹിച്ചിരുന്നൊരു പെണ്ണ് അവനെ ചതിച്ചു. സീത, നിന്നോട് ഞാൻ ചോദിക്കുന്നത് ഒന്നു മാത്ര. ആര് വന്നാലും ആര് പോയാലും എന്ത് സംഭവിച്ചാലും ഒരിക്കലും എന്റെ അപ്പുവിനെ വിട്ടു പോവരുത് സീത. പ്ലീസ്.